ഹലോ അസ്സാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബൺദോശൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ബൺദോശയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 കപ്പ് അളവിൽ റവ ചേർത്തുകൊടുത്തിന്. ഇത് വറുക്കാത്ത നോർമൽ റവയാണ്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. പുളി ഉള്ളതാണെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് സെയിം 1.5 കപ്പ് അളവിൽ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിലും കുറച്ച് കുറവളവിൽ ബേക്കിംഗ് സോഡ അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെയല്ല ചുട്ടെടുക്കുന്നത്, ഇതിലേക്ക് ഒരു താളിച്ച് വയ്ക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ച ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകയില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വളരെ ചെറിയ സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എരിവ് പോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക, ചൂടാക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്ന ശേഷം നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മിക്സാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ താളിച്ച് ഒഴിക്കുമ്പം നമുക്ക് ഈ ദോശക്ക് കറിയൊന്നും വേണ്ട, ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇത് അരി കുതിർക്കൊന്നും വേണ്ട, കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ വീഡിയോയിൽ മിക്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് മനസ്സിലാകുന്നില്ല. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ അപ്പം ചുടുന്ന ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്, എന്നാലേ നല്ല ബണ്ണ് പോലെ ചെയ്തെടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇതാ ഞാൻ സൈഡിൽ കൊടുത്ത ഫോട്ടോയിൽ പോലെ താളിച്ചിട്ട് വയ്ക്കുന്ന ആ പാത്രമില്ലേ, ആ ഒരു പാനിലേക്ക് നിങ്ങൾക്കിത് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്നെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ മേൽഭാഗം ഒന്ന് കുക്കായി കിട്ടും. അപ്പം തിരിച്ചിട്ടിട്ട് പതിയൊന്ന് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കുക. നമ്മളിങ്ങനെ മൊരിപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര ഓയിൽ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്ത ശേഷം നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പം ഞാൻ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. ഇത് ചുട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുടണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഒരു സൈഡ് കളർ ചേഞ്ച് ആയ ശേഷം ഞാൻ പതിയെ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് 8 അപ്പാന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാം. നമ്മൾ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുന്ന സമയം അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് ഈ ഒരു കളർ ആയിട്ട് വരുമ്പം നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കാണാൻ നല്ല മുഞ്ചില്ല, നല്ല ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്പത്തിന് കറിയൊന്നും വേണമെന്ന് നിർബന്ധമില്ല, കാരണം നമുക്ക് ഇത് നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു അപ്പാണ്. അപ്പോൾ നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് സൈഡിൽ ഒരു തക്കാളി ചട്നിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിന് സൈഡായിട്ട് കൂട്ടാം, കറി വേണമെങ്കിൽ കറി കൂട്ടാം. അപ്പം ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് കുറേ ടൈമും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ ഇതേപോലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ കോംബോ ഞാൻ വേറെയും ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ബൺദോശൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടുള്ള ബൺദോശ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.